വെൽക്കം ബാക്ക്. ഇന്ന് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ നമ്മൾ നോക്കുന്നത് ഡാംഡ് വൈബ്രേഷനിലുള്ളൊരു ഡെറിവേഷനാണ്. അതായത് റേഷ്യോ ഓഫ് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ് ഇൻ എ ഡാംഡ് വൈബ്രേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. അത് ഡെറിവേഷൻ ചോദിക്കുന്ന ഷോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് സക്സസീവ് വൈബ്രേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ ഒരു ഡെറിവേഷനിലേക്ക് പോവാം. ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് നിർത്തിയത് മറ്റൊരു ഫോമിലായിരുന്നു. അതിനെ ആദ്യം ഈ ഒരു ഫോമിലാക്കിയിട്ട് ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് 14ാമത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് ഈ ഒരു ഇക്വേഷനിലായിരുന്നു. എക്സ് ഈക്വൽ ടു (2c/2mt into a1 plus b1 cos root of k/m minus c/2m the whole square t plus I into m a1 minus b1 sin root of k/m minus c/2m the whole square. ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സീറ്റ ഈക്വൽ ടു സി ബൈ സി സി. ഇവിടെ സി സി ഈക്വൽ ടു 2m ഒമേഗ എൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ ഈക്വൽ ടു സി ബൈ 2m ഒമേഗ എൻ. നമുക്കിവിടെ സി ബൈ 2mന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടും? സി ബൈ 2m ഈക്വൽ ടു സീറ്റ ഒമേഗ എൻ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് ഈ ഒരു ടൈമാണ്, റൂട്ടിനകത്ത് വരുന്ന ടൈം, അതായത് കെ ബൈ എം. കെ ബൈ എം എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എൻ സ്ക്വയർ. അതായത് ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. അപ്പോൾ കെ ബൈ എം ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ. ഇവിടെ സി ബൈ 2m ഉണ്ട്. സി ബൈ 2m ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടി ഇക്വേഷനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഒമേഗ എൻ സ്ക്വയർ റൂട്ടിന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഇതാണ് ഡാംഡ് സർക്കുലർ ഫ്രീക്വൻസി ഒമേഗ ഡി എന്ന് പറയുന്നത്. ഒമേഗ ഡി. അപ്പോൾ ഇതിന് വരെ ഒമേഗ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്ത് a1 പ്ലസ് b1നെ സി എന്നും a1 മൈനസ് b1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഡി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഇക്വേഷനായിട്ട് എഴുതാം. എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു സി കോസ് ഒമേഗ ഡി ടി പ്ലസ് ഡി സൈൻ ഒമേഗ ഡി ടി. ഇനി ഇതിനകത്ത് വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ സിയും ഡിയും നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ചാൽ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സി ഈക്വൽ ടു എക്സ് സൈൻ സൈ. എക്സ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഡി ഈക്വൽ ടു എക്സ് കോസ് സൈ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഈക്വൽ ടു e raised to minus theta omega nt into x sin psi cos omega dt plus x cos psi sin omega dt. ഇവിടെ x കോമൺ ആയിട്ട് എടുത്താൽ x ഈക്വൽ ടു എക്സ് e raised to minus theta omega nt into sin psi cos omega dt plus cos a sin omega dt. sin a cos b plus cos a sin b എന്ന് പറയുന്നത് sin a plus b. അപ്പോൾ sin omega dt plus psi. ഈ ഒരു എക്സ്പ്രഷനാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതായത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ അറ്റ് എനി ടൈം. ഇനി ഇവിടെ ടി ഡി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ഡാംഡ് ഓസിലേഷൻ. ഈ ഒരു ടൈം പീരീഡിൻ്റെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈക്വൽ ടു 2π ഒമേഗ ഡി. ഇത് ചെയ്യുമ്പോഴേക്കും ഡാംഡ് ഓസിലേഷൻ്റെ ടൈം പീരീഡ് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് x0 എന്ന് പറയുന്നത് x0 ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സ്റ്റാർട്ട് ഓഫ് മോഷൻ. അതായത് അറ്റ് t ഈക്വൽ ടു 0. അടുത്ത x1 എന്ന് പറയുന്നത് displacement at end of first oscillation. Displacement at end of first oscillation. അതായത് എപ്പോഴാണ്? ടൈം പീരീഡ് ഈക്വൽ ടു
ടി ഡി ഫോൺ ടൈം പീരീഡ് ആകുമ്പോഴേക്കും ഉള്ളതാണ് x1. അപ്പോൾ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് അങ്ങനെ എഴുതാം. ഈ എക്സ് ടൈമിനകത്ത് ടി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ഇൻറ്റു ടൈം പീരീഡ് ടി ഡി. ടി ഡിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അതായത് ഇവിടെയുള്ള 2π ഒമേഗ ഡി അതിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 2π ഒമേഗ ഡി പ്ലസ് സൈൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒമേഗ ഡി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സൈൻ 2π പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എന്താവും? സൈൻ സൈ എന്നാവും, ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഡി സൈൻ സൈ. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഓസിലേഷൻ ആണ്. അടുത്തത് എങ്ങനെ കിട്ടും? x2 എന്ന് പറയുന്നത് x2 ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടൈം പീരീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 ടൈംസ് ടി ഡി എന്നാവും. അതായത് രണ്ട് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഇൻറ്റു 2 ടി ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ഇൻറ്റു ഇവിടെയും ടൈം പീരീഡ് എന്താവും? 2 ഇൻറ്റു ടി ഡി എന്ന് പറയുന്നത് 2π ബൈ ഒമേഗ ഡി. ഇവിടെ നിന്ന് ഒമേഗ ഡി ക്യാൻസൽ ചെയ്യാം, പ്ലസ് സൈൻ എന്താവും? 2π ഇൻറ്റു എൻ 2π. സൈൻ എൻ 2π എപ്പോഴും എന്തായിരിക്കും? എൻ 2π എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ വാല്യൂ പോയി കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്നത് എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ 2 ടി ഡി സൈൻ സൈ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ x2 ആണ്. എക്സ് എൻ എന്തെന്ന് എഴുതാൻ പറ്റും? എക്സ് എൻ ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ ടി ഡി സൈൻ സൈ. അതുപോലെ എക്സ് എൻ പ്ലസ് 1. ഇപ്പോൾ എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ടി ഡി സൈൻ സൈ. ഇവിടെ നിന്ന് എക്സ് എൻ ഉണ്ട്, എക്സ് എൻ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സക്സസീവ് ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എക്സ് എൻ ബൈ എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ ടി ഡി സൈൻ സൈ ഡിവൈഡ് ബൈ എക്സ് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ടി ഡി ഇൻറ്റു സൈൻ സൈ. സൈൻ സൈ ക്യാൻസൽ ചെയ്യാം, എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ ടി ഡി ഡിവൈഡ് ബൈ ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ടി ഡി. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറയുന്ന ഫോം ആവും. അവിടെ നിന്ന് ഇ റൈസ് ടു സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഡി. ഇതാണ് എക്സ് എൻ ബൈ എക്സ് എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സ് എൻ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ x0 ബൈ x1 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഡി. അതുപോലെ n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ x1 ബൈ x2 എന്നാകും. അതിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഡി. ഒമേഗ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, അതായത് n ഒരിടത്തും വരുന്നില്ല. ഓക്കെ, ഈക്വൽ ടു അടുത്ത n ഈക്വൽ ടു 2 കൊടുത്താൽ x2 ബൈ x3. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് സക്സസീവ് ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.